നമുക്ക് പോകാൻ പാടില്ലാത്ത ചില സ്ഥലങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുവാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ചില സ്ഥലങ്ങളെന്ന് പറയുന്നത് മദ്യപിക്കുന്ന സ്ഥലം, ഇല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലം, ഇല്ലെങ്കിൽ സത്യത്തിനും നീതിക്കും വിരുദ്ധമായി ചില കാര്യങ്ങൾ നടക്കുന്ന സ്ഥലം. ഇങ്ങനെ ഉള്ള ചില സ്ഥലങ്ങളിലേക്കാണ് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ പോകുന്നത്. ഈ സ്ഥലങ്ങളിലൊന്നും കുടുംബമായിട്ട് പോകാൻ പാടില്ല, ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. സത്യത്തിൽ ഇതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ചില സ്ഥലങ്ങളിൽ നമുക്ക് അംഗീകാരം കിട്ടാത്ത ചില സ്ഥലങ്ങളുണ്ട്, നമ്മളെ ബഹുമാനിക്കാത്ത ചില സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോകരുത്. ഈ ബഹുമാനിക്കാത്ത സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന ഉടനെ നമ്മളെ കണ്ട സമയത്ത് അവിടുന്ന് നമ്മളെ ഇങ്ങനെ ആനയിച്ച് കൊണ്ടുപോകണം എന്നുള്ള അർത്ഥമല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ വ്യക്തിക്ക് നമ്മുടെ അടുത്ത് വരാൻ കഴിഞ്ഞില്ല, ഉടനെ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ദൂരെ നിന്ന് ഒന്ന് സ്നേഹത്തോടെ ആ പുഞ്ചിരിക്കുന്നത് കണ്ടാൽ നമുക്കറിയാം എത്രത്തോളം നമ്മൾ അവിടെ ചെന്നതിനെ ആ വ്യക്തി അതിൽ സന്തോഷിക്കുന്നുണ്ടെന്ന്. ചില വ്യക്തികൾ അവർക്കറിയത്തില്ല എങ്ങനെയാണ് വീട്ടിൽ വന്ന ആളുകളെ, ഇല്ലെങ്കിൽ അവർ വിളിച്ചതായ ഒരു പ്രോഗ്രാമിന്, ഒരു കാര്യത്തിന് വന്നയാളെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്ന് ഇവർക്കറിയത്തില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കഴിവതും പോകാതിരിക്കുക. നമ്മളിങ്ങനെ സ്വയം ഇല്ലാതാകുന്നതായ അനുഭവങ്ങളിലേക്ക് ചെന്ന് ചാടാതിരിക്കുക. ഇനി നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ പറയുക, അന്ന് എനിക്ക് മറ്റൊരു കാര്യമുണ്ട്, അതുകൊണ്ട് വരാൻ പറ്റത്തില്ല. ഇനി ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ചില സ്ഥലങ്ങളാണെങ്കിൽ, ഇനി നമ്മൾ ചെന്നില്ല എങ്കിൽ നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ പോയില്ല, നിങ്ങൾ വരേണ്ട ഒരു സ്ഥലമായിരുന്നല്ലോ എന്നൊരു ചോദ്യത്തിന് മറുപടി നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുമെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകുക, പങ്കെടുക്കുക. പക്ഷേ നമ്മുടെ അവിടുത്തെ ആ ഒരു ആവശ്യം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെട്ടെന്ന് മടങ്ങിപ്പോരുക. അവരുടെ ആ ഇഷ്ടമില്ലാത്ത മുഖഭാവം കാണാനോ അതിനുള്ള അവസരം നമ്മൾ കൊടുക്കാതിരിക്കുക. ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ ആ ഒരു സമയത്തുണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന വിഷമങ്ങളോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ അവർ നമ്മളെപ്പോലുള്ള ഇല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ ചെല്ലുമ്പോൾ അവരുടെ മേലാണിത് പ്രകടിപ്പിക്കാൻ സാധ്യത. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് കുറേ പേരെ വിളിച്ചു. കുറേ പേരെന്ന് പറഞ്ഞാൽ ഒരു 50-70 പേരെ അവർ വിളിച്ചു. അവർ പ്രതീക്ഷിച്ചതൊരു 50 പേരെ, പക്ഷെ അവർ വിളിച്ചവരെല്ലാം വന്നതുകൊണ്ട് ഇവർ ഓർഡർ ചെയ്ത ആഹാരം ഇവർക്ക് മനസ്സിലായി ഇത്രയും പേർക്ക് തികയത്തില്ല. അങ്ങനെ ആകെ ഒരു ഡിസ്റ്റർബൻസ് അവിടെ ഉണ്ടാകുന്ന സമയത്ത് ഇവരുടെ മുഖത്ത് അവരതങ്ങ് പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഇവർ മുഖത്ത് പ്രകടിപ്പിക്കുമ്പം ഇവർക്ക് നന്നായിട്ടറിയാം എല്ലാവരോടും ഇവരിത് പ്രകടിപ്പിക്കത്തില്ല. സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നോട്ട് നിൽക്കുന്നവർ, ഇല്ലെങ്കിൽ അങ്ങനെ കാഴ്ചയിൽ മനസ്സിലായാലും ഞാൻ എന്നാ ഉദ്ദേശിക്കുന്നത്, അതുപോലുള്ള ആളുകളോടാണ് ഇവരുടെ ഇഷ്ടക്കേട് ഇവർ കാണിച്ചു കൊടുക്കുന്നത്. അതേസമയം ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ അറിയാം, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാൻ അറിയാം, തമാശ പറയേണ്ടടുത്ത് തമാശയും പറയുന്നുണ്ട്. എന്നാൽ പക്ഷെ ഇവരുടെ ഉള്ളിലെ ആ ഒരു വെപ്രാളം, ആ ഒരു ടെൻഷൻ ഇവർ കാണിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ ഇവർക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളുടെ മുന്നിലാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കഴിവതും നമ്മൾ പോകാതിരിക്കുക. ഇനി നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ അവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി നമ്മൾ കൊണ്ടുപോകുക. കാരണം ഇങ്ങനെയുള്ള മനുഷ്യരും സമൂഹത്തിലുണ്ട് എന്ന് അവരും അറിയട്ടെ. കാരണം എങ്ങനെയാണ് ഇങ്ങനെയുള്ള വ്യക്തികളുടെ മുന്നിൽ അവരുടെ മാതാപിതാക്കൾ എങ്ങനെയാണ് പിടിച്ചു നിന്നത്, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ എങ്ങനെയാണ് അങ്ങനെ ഒരു സിറ്റുവേഷനെ കൈകാര്യം ചെയ്തത്, അത് ഈ കുഞ്ഞുങ്ങളും അറിയട്ടെ. നാളെ ഒരു സമയത്ത് ഇവർക്കും അതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവരതിനെ നിസ്സാരമായിട്ട് എടുക്കാൻ അവർ പഠിക്കും. അതുകൊണ്ട് മാത്രം അവരെ ഒന്ന് കാണിക്കണമെങ്കിൽ ഒന്ന് കാണിക്കാം, അല്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കഴിവതും പോകാതിരിക്കുക. മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള സ്വഭാവം കാണിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും നാളെ ഒരു സമയത്ത് അവരൊറ്റപ്പെട്ടു പോകും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർ എന്താ പറയുക, അവരുടെ നല്ല സമയത്ത് അവർക്കറിയത്തില്ലായിരുന്നു മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാൻ, മറ്റുള്ളവരെ സ്വീകരിക്കാൻ, അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അവർക്കറിയത്തില്ല.
ഇനി കൊച്ചു കുട്ടികളായിരുന്ന വ്യക്തികളോടാണ് ഇങ്ങനെ പെരുമാറിയെങ്കിൽ കുഞ്ഞുങ്ങളങ്ങ് വളരും, അവർ നല്ലൊരു സ്ഥാനത്തെത്തും. ഈ സ്ഥാനത്തെത്തി കഴിയുമ്പം ഈ വ്യക്തി എങ്ങനെയാവും? ഈ വ്യക്തി അല്പം പ്രായമായ ഒരവസ്ഥയിലേക്ക് കടന്നു പോകും. ആ ഒരു സമയത്ത് ചിലപ്പം ഈ കുഞ്ഞ് മറന്നു പോകും അവരെ റെസ്പെക്റ്റ് ചെയ്യാനും അവരെ സ്വീകരിക്കാനും ഒക്കെ. കാരണം റെസ്പെക്റ്റ്, സ്നേഹം, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ കൊടുക്കുമ്പോൾ കിട്ടുന്ന കാര്യമാണ്. നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു റെസ്പെക്റ്റ് കിട്ടും. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരെ കരുതുക, ഈ സ്വഭാവങ്ങൾ നമുക്ക് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിൽ നിന്നും നമുക്കിത് പ്രതീക്ഷിക്കാം. പക്ഷെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ല, അവരെ സ്വീകരിക്കുന്നില്ല, അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുന്നില്ല എങ്കിൽ നാളെ ഒരു സമയത്ത് നമുക്ക് അവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല. പ്രായത്തിൽ ഇരിക്കുമ്പോൾ ഇതുപോലുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്ന വ്യക്തികൾ നാളെ ഒരു സമയത്ത് അവർ ഒറ്റപ്പെട്ടു പോകും.